ഹേ ഗായ്സ്, ആൽബിനാണ്. നമ്മൾ എവിടേക്ക് പോകണമെന്ന് അറിയോ? നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ടിട്ടുണ്ടാവില്ലേ? യെസ്, ഹൈലൈറ്റ് മാൾ. ഞങ്ങൾ തൃശ്ശൂരുകാർക്ക് ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പുതിയതായിട്ടൊരു മാൾ കൂടി കിട്ടിയിരിക്കുകയാണ്. മാളിനേക്കാൾ ഉപരി ഞങ്ങൾക്ക് തിയേറ്റർ കൂടി കിട്ടുകയാണ്. അത് അടുത്ത മാസമാണ് ഓപ്പൺ ആവുന്നത്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയാം. സംഭവം പുറത്തുനിന്ന് കാണുമ്പോൾ വലിയ ഒന്നും തോന്നില്ലല്ലോ നമുക്ക്. മോൾ അങ്ങനെ ശരിക്കും അങ്ങനെ എടുത്ത് കാണിക്കില്ല. പക്ഷേ ഉള്ളിൽ കയറുമ്പില്ലേ, അതിൻ്റെ ഇൻറ്റീരിയർ ആയാലും ഫുള്ള് വർക്ക് നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ മോൾ ഇന്നാണ് ഓപ്പൺ ആയിട്ടുള്ളത്, അപ്പോൾ അതിൻ്റെ റഷ് നല്ല രീതിക്കുണ്ട്. പിന്നെ ആൾക്കാരെ അട്രാക്ട് ചെയ്യാനായിട്ട് നല്ലൊരു വലിയൊരു ട്രീ അവർ സെറ്റ് ചെയ്ത് കുറേ ടോപ്പ് ബ്രാൻഡ്സിൻ്റെ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആവാൻ ടൈം എടുക്കും തോന്നുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഫുള്ളായിട്ട് അങ്ങനെ ഓപ്പൺ ആയിട്ടില്ല. സംഭവം നമ്മൾ അതിൻ്റെ മേളിലേക്ക് നോക്കുമ്പോൾ തന്നെ വേണ്ട, നല്ല ഒരു അടിപൊളി വ്യൂ ആണ്. പിന്നെ കയറി വന്നപ്പോൾ സാംസങ്ങിൽ ഭയങ്കര ക്രൗഡ്. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് പോയതാ, ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ വിചാരിച്ചു മേളിലാണ് തിരക്കുന്നത്, മേളിലല്ല, അടിയിൽ. നോക്കൂ, ഇത് വേറെ ഒന്നുമല്ല ഗൈസ്, നമ്മുടെ ലുലുവിൻ്റെ സൂപ്പർ മാർക്കറ്റാണ്. ഒടുക്കത്തെ ക്രൗഡ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ക്രൗഡ്. ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് എന്തെങ്കിലും മേടിക്കണല്ലോ ആ ഒരു രീതിക്ക് പോയതാ. പക്ഷെ മേടിച്ച് കഴിഞ്ഞാൽ ബില്ലടിക്കാൻ പറഞ്ഞാൽ ഒടുക്കത്തേക്ക് പോവുക. അപ്പം ഞങ്ങൾ പതുക്കെ അവിടുത്തെ സാധനങ്ങളൊക്കെ നോക്കി, കണ്ടാ ഇതുപോലെ അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കി. പ്രൈസൊക്കെ നല്ല തെളിയുന്നുണ്ടോ, എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിക്കാണോ നോക്കി പതുക്കെ പോന്നു. അങ്ങനെ ഒരു വിധത്തിൽ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പതുക്കെ മേളിൽ കയറി. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ കടയും ഇങ്ങനെ ഓപ്പൺ ആയിട്ടില്ല. അത് ടൈം എടുക്കും തോന്നുന്നു. മാക്സൊക്കെ ഉണ്ടോ, ഞങ്ങൾ മാക്സിൽ പോയിട്ടുണ്ടായിരുന്നു. മാക്സിൽ പോയപ്പോൾ അവർ പറഞ്ഞു നാളെ ഓപ്പൺ ആവുള്ളൂ, അതായത് ഇന്ന് 18-ാം തീയതി 19-ാം തീയതി ഓപ്പൺ ആവുള്ളൂ എന്ന്. അപ്പോൾ വർക്ക് ഫുള്ളായിട്ട് അങ്ങോട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ ഷോപ്പിൻ്റെയും ഒരുവിധം ഇങ്ങനെ പിക്ചേഴ്സ് മാത്രമേ ഉള്ളൂ, കട അങ്ങോട്ട് ഓപ്പൺ ആയിട്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഫ്ലോർ കൂടി മേളിൽ കയറിയപ്പോൾ ഫുൾ ഫുഡ് കോർട്ടാണ്, ഫുള്ള് ഫുഡ് കോർട്ട്, ചിക്കൻ ബർഗർ എല്ലാ സെറ്റപ്പുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ സാധനം കണ്ടോടെ അടച്ചിട്ടൊക്കെ ജനുവരിയിൽ വരുന്നതാണ് പറയണത്. എപ്പിക് മോർ സ്ക്രീൻസ് മോർ സിനിമാസ്. ഗാലക്സി സിനിമാസിൻ്റെ 6 സ്ക്രീൻ ആണ് വരുന്നത്. അത് ജനുവരിയിൽ ഓപ്പൺ ആവുമെന്നാണ് പറയണത്. ഫുഡ് കോർട്ടിൽ തന്നെ വേറെ സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ട നമ്മുടെ ഫുൾ ഹൈലൈറ്റ് മാളിൻ്റെ ഒരു മിനിയേച്ചർ പോലെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. എല്ലാവരും അതൊരു കൗതുകത്തോടെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ മിനിയേച്ചർ കാണുമ്പോഴുള്ള ഭംഗിയിൽ ആ ഭംഗി നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഹൈലൈറ്റ് മാളിൻ്റെ ഒരു വ്യൂ കിട്ടാത്ത പോലെ നമുക്കത് ഫീലാവും. സമയം 10:45. അപ്പം ഞങ്ങൾ വിചാരിച്ചു പതുക്കെ അങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ അപ്പോഴും ആൾക്കാർ കുറയണില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുമ്പോഴും ആൾക്കാർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അറബികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നിട്ടാ. ഇതൊക്കെ ഏതാണാവോ? ഈ ട്രീ ആണ് കേട്ടോ ഇന്നത്തെ ഹൈലൈറ്റ്. അങ്ങനെ ഞങ്ങളെ ഒരുവിധം എല്ലായിടത്തേക്കും റൗണ്ട് എത്തിച്ച് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഇനി ഇടയ്ക്കിടയ്ക്ക് ഈ സ്പോട്ട് പ്രതീക്ഷിക്കാം. ഞാൻ നേരത്തെ വ്യൂവിൻ്റെ കാര്യം പറഞ്ഞില്ലേ, കണ്ട റോട്ടിൽ നിന്നുള്ള വ്യൂ വേണ്ടത്. ഇതൊരു എന്തോ പോലെ സംഭവം. അകത്ത് അടിപൊളിയാണെങ്കിലും പുറത്തുനിന്നൊരു മറ്റേ ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ ശരിയാണ്. പക്ഷെ എന്നാലും എന്തായാലും ഓക്കെ ബൈ.